എന്റെ അമ്മയെ ഋഷിശൃംഗ എന്തിനാ നിങ്ങൾ എന്നെ കണ്ടു ഓടുന്നത്? പേടിച്ചിട്ടാ. എന്തിന്? അല്ല, ഞങ്ങളിങ്ങനെ ഇരിക്കുന്നതൊന്നും സാറിന് ഇഷ്ടമല്ലല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല. നിങ്ങളുടെ ഇരിപ്പിന് സത്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കണം, കൂടെ ഇരിക്കണം കേട്ടോ. ഞാനുണ്ട് കൂടെ. ഇരിക്കേ. വേണ്ട. ഇരിക്കേ. നിങ്ങളവിടെ ഇരിക്കേ. സർ, എന്താ വേണ്ടേ? അത് തമ്പുരുണ്ടോ? സർ, ഏത് മോഡലാണ് വേണ്ടേ? സാറോ, തബലയ്ക്ക് വല്ല കംപ്ലൈന്റ്? സാറിനൊരു തമ്പുരു വേണമെന്ന്. സാറിന് തമ്പുരും വായിക്കാനറിയോ? സാർ ആള് കാണുന്ന പോലെ അല്ലല്ലേ? അതെ. സാറിന് വായിക്കാൻ അറിയാത്ത ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഞാന് ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻസ്ട്രുമെന്റ്സും വായിക്കും. ഇത്രയും ടാലന്റ് ഒക്കെ ഉള്ള ആൾക്കാരോട് എനിക്ക് വലിയ ബഹുമാനാട്ടോ. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ട്രോഫികളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തമ്പുരു വീട്ടിപ്പോ കമ്പി പൊട്ടിപ്പോയി. അതിന് സ്ട്രിങ് മാറ്റിയാ മതിയല്ലോ സാർ. മതി. അത് പഴയ മോഡലാ, ഞാൻ മാറ്റാന്ന് വെച്ചു. എന്നാ പുതിയ മോഡൽ കാണിച്ചു തരാം. ഈ മോഡൽ മതിയാവോ? മതി. അതെ, ഇത് നടക്കും. എന്താച്ചാ പ്രൊഫസർ സാറിന്റെ ഏകദേശം ഒരുമാതിരിപ്പെട്ട ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു മഹാസംഭവമാണ് ഈ കുട്ടി. എനിക്ക് തോന്നുന്നില്ല. അതെന്താ? ഇപ്പോഴത്തെ ഒരു ചുറ്റുപാട് അങ്ങനെയാ. ഏട്ടൻ ഇപ്പൊ പഴയ ഏട്ടനൊന്നും അല്ല. ഓ, അത് ശരി. പ്രിൻസിപ്പളായിട്ട് പ്രൊമോഷൻ ആയല്ലേ? അപ്പൊ വേറെ അതൊന്നും അല്ലെന്ന്. പിന്നെന്താ കാര്യം? അയ്യോ, സുഖല്ലേ? ഓ ഉന്തം. പട്ടിയോടെ തിന്നിയില്ല, ബാക്കിയുള്ളവരോട് തീറ്റിക്കുകയില്ല. ഏട്ടാ, എന്ത് ഭ്രാന്താണ്? കഷ്ടം. നീ പറയടി. എന്നിട്ട്